നാട്ടടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി കുറച്ച് മാങ്ങ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിത് കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇനി നല്ലോണം ഒന്ന് കുലുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യത്തിനുള്ള കടുക് എടുത്തിട്ടുണ്ട്. ആ കടുക് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ എടുത്ത് ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ എടുത്താൽ മതി. ഇത് നമുക്ക് നോക്കിയിട്ട് ഇടാം. ചിലവർക്ക് ഇതിൻ്റെ ചോയ അത്ര ഇഷ്ടപ്പെടില്ലല്ലോ, അതുകൊണ്ട് നമുക്കിത് നോക്കിയിട്ട് ഇടാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അധികം എരിവില്ലാതെ മുളക് പൊടി എടുക്കണം. ഇത് പിരിയം മുളകാണ്. ഇത് ഒരു 3 ടേബിൾ സ്പൂണ് എടുക്കാം. ഇനി ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായം ഇത്ര ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി ചേർത്താൽ നല്ലതാണ്. മാങ്ങ അച്ചാർ അധികം കേട് വരില്ല ഇത് ചേർത്താൽ. ഇതിൽ നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഉലുവ പൊടിച്ചതാണ്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് തിളപ്പിച്ചാറിയ വെള്ളവും ചേർത്ത് അരച്ചു കൊടുക്കാം. ഇതിനെ അരച്ചിട്ടെടുക്കട്ടെ. ഇത് ഇത്ര അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നിങ്ങൾ അരക്കുമ്പോൾ തന്നെ ചേർത്താൽ മതി. ഞാൻ ഇടാൻ മറന്നു പോയതാണ്. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായി കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് കഴുകിയെടുക്കാം. ഇനി കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഇന്ന് തന്നെ അധികം വെള്ളം ചേർത്ത് കൊടുക്കണ്ട. എന്നുവെച്ചാൽ കല്ലുപ്പായതുകൊണ്ട് നാളേക്ക് ഇതിൽ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിന്. ഇപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഉപ്പെല്ലാം നോക്കാം. ഉപ്പ് കുറച്ചുകൂടി ഇടാം. ഇങ്ങനെ ആക്കിയാൽ ഇത് നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ. ഇത് പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം. നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ ഇതിന് ഉപ്പെല്ലാം നല്ലോണം പിടിച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് എത്ര ദിവസം ഉപയോഗിച്ചാലും ഈ അച്ചാർ കേടൊന്നും ആവില്ല. നമ്മൾ ഇതിൽ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റായി അച്ചാർ. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.